നീങ്ങ ഇറങ്ങിയ. ഞാൻ ആരാന്നറിയാത്തതിന്റെ കുഴപ്പമാണ് നിനക്ക്. എനിക്കറിയാം, മിഥുനല്ലേ? മിഥുനോ? കോൾ മീ സർ. ആ, ആൾക്കാരുടെ നിലയും വിലയും അറിഞ്ഞ് പെരുമാറാൻ അറിയില്ല. ഞാൻ നിന്നെ കാണാതിരിക്കുമായിരുന്നു. എന്താടാ നിന്റെ ഉദ്ദേശം? റെക്കോർഡിംഗ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നീ അവിടെ പുറകെ മണപ്പിച്ചെടുക്കുന്നേ എനിക്കിഷ്ടമല്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഈ പോകുന്നിടത്തൊക്കെ എന്റെ പുറകെ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ആരാന്നാ നിന്റെ വിചാരം? എന്നെ നീതുവിനെയൊക്കെ നീ നിന്റെ ലെവലിൽ കാണല്ലേ? അയ്യോ, ഈ ലെവലൊന്നും അളക്കാൻ ഞാനില്ലേ. ഞാനും നീതു ഒരേ പ്രൊഫഷനാ, ഒരേ ഓഫീസിലാ. നീതുവോ? നീ അവളെ മാഡം എന്നല്ലേ വിളിക്കുന്ന? പിന്നെ ഞാൻ അവളെ ഹെർ ഹൈനസ് മാഡം നിവേദിത മേനോൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. നീതു അത് മതി. നീതു 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 അതല്ലേ രസം. അതാ അവൾക്കും ഇഷ്ടം. അതുപോലെ അവളെ കുറിച്ച് അറിഞ്ഞൂടാ അല്ലേ? നീ എന്റെ പെണ്ണിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കല്ലേ. ആ, എടാ, ഞങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും? ഇതെന്താ ഇട്ടേക്കണേ? ഏതാ ബ്രാൻഡ്? അണ്ണാ, ഇത് ബ്രാൻഡാണോ? പാന്റ് അല്ലേ? പച്ച മലയാളത്തിൽ പാൻസ് എന്ന് പറയും. എടാ, ഇത് നോക്കിയേ. 250 യൂറോ കൊടുത്ത് പാരീസിൽ നിന്ന് മേടിച്ചതാ. അർമാനയുടെയാ. എടാ, 250 യൂറോ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറയടാ. സിബിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞ. അതെ, ഇത് 250 ഇന്ത്യൻ യൂറോ കൊടുത്ത് 250 ഇന്ത്യൻ യൂഫ കൊടുത്ത് തമ്പാനൂരിന്ന് വാങ്ങിയതാ. അർമാനിരുന്നല്ല, എന്റെ സ്വന്തം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. വേറെ മുഖം ഉണ്ടായിട്ടാണ് ഈ മുഖം വെച്ച് കിടക്കുന്നത്. മാറ്റിക്കളാ. അയ്യേ, നിന്നെ ഞാൻ. അതെ, എനിക്ക് നീതുവിനെ ഇഷ്ടമാണ്, അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ അവളെ സ്വന്തമാക്കും. പിന്നെ അവള് എന്റെ പെണ്ണ്. നീയൊന്നും എന്നെ ഒരു മാങ്ങാത്തൊലിയും ചെയ്യില്ല. അതുകൊണ്ട് പോടാ മിഥുൻ സാറേ. ഇനിയിപ്പോൾ അനക്കത് മാറ്റൊന്നും വേണ്ടി വരുമല്ലോ. എന്നാ വാ. എടാ, വില കൂടിയ സാധനം എടുത്തിക്കണെന്നൊന്നും ഉമ്മാനോട് പറയരുത് കേട്ടോ. ഇനിയിപ്പോൾ അമ്മാക്ക് എന്താ എടുക്കണ്ട്? പർദ്ദ, നിസ്കാരക്കുപ്പായം. എന്താ സന്ദീപേ? എന്താ ജമാലിക്ക, ഞാൻ നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കണോ? എന്തേ? എത്ര ദിവസമായി നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു? ഞാൻ നിങ്ങൾക്കല്ലേ കാശ് തരാനുള്ളത്. നിങ്ങൾ ഒളിച്ചു നടക്കണേണ്ടാ തോന്നുന്നു നിങ്ങൾ എനിക്കേ തരാനുള്ളതെന്ന്. അതൊന്നും അന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഞമ്മക്കില്ല. ഞമ്മള് പള്ളിക്കൂടം കണ്ടിട്ടും കൂടിയില്ല. ഇതെന്താ നിങ്ങൾ പരസ്പരം എന്തല്ലേ സംസാരിക്കുന്നു? ജമാലിക്ക, 35,000 രൂപ ഉണ്ട്. സന്തോ, ഈ കായ് ഞമ്മക്ക് വേണ്ടത്. ഇത് വാങ്ങിച്ചാലേ പടച്ചോ ഞമ്മളോട് കൊടുക്കൂല. ഇത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ അസല് പണമാണ് ജമാലിക്ക. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. അതല്ലേ ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞത്. അനക്ക് നിർബന്ധമാണെങ്കിൽ വിസയുടെ കായ് മാത്രം കൊണ്ട. കമ്മീഷനും പലിശ ഒന്നും ഞമ്മക്ക് വേണ്ട. അതെന്തെന്നാ എനിക്ക് മനസ്സിലാവത്ത്. കാശ് കടം കൊടുത്താ പലിശ വാങ്ങിക്കൂടെ? വിസ വിറ്റ കമ്മീഷൻ വാങ്ങിക്കൂടെ? അല്ലാ, അനക്ക് മനസ്സിലായില്ലേ? ഇജിന്റെ സുബേറിനെ കണ്ടോ? ഇതിന്റെ ചോരയാണ്. കുറച്ച് അന്റി. ഇപ്പൊ ഞാനാ എന്റെ കടക്കാരൻ. ഹായ്, ഞാൻ ഗോൾഡൻ പീക്കിലേക്ക്. ഗോൾഡൻ പീക്കിലേക്കോ? ആരാ കൂടെ? ഒറ്റയ്ക്കാ. നിങ്ങളൊക്കെ ബിസി അല്ലേ? ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഇവനെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്.